ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും പങ്കെടുക്കുന്ന ഒരു നേർച്ച ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ അമ്പംകുന്ന് വീരാനവലിയപ്പാപ്പ എന്ന് പറയും, അവിടുത്തെ ആണ്ട് നേർച്ച 3 ദിവസമാണ് നടക്കൽ. ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിൽ. അപ്പോൾ അതിൽ രണ്ടാമത്തെ ദിവസം ഫെബ്രുവരി 28-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. പുലർച്ചെ 4 മണിക്ക് തിരിച്ചു വന്നു. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വരും കേട്ടോ. ഒരു പ്രത്യേകത നിറഞ്ഞൊരു നേർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ എല്ലാ കലാപരിപാടികളും ഉണ്ടാവും. മുസ്ലിംസിൻ്റെ മാത്രമല്ല, ഹിന്ദുസിൻ്റെ മാത്രമല്ല, അങ്ങനെ എല്ലാതും ഉണ്ടാവും. ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങോട്ട് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വരവുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ പ്രദേശത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു പരിപാടിയാണ് ഈ ആണ്ട് നേർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ നേർച്ചയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. അങ്ങനെ ദൂരത്ത് കാണുന്നില്ലേ ഒരു സംഭവം, ഒരു പച്ച വിരിപ്പൊക്കെ പോണത്, അതാണ് പെട്ടിവരവ് എന്ന് പറയും. അപ്പോൾ എനിക്കിതിനെ കൂടുതൽ അറിയൊന്നുമില്ല, എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ നേർച്ച പോലെ പറഞ്ഞിട്ടുണ്ടാവും. അടുത്ത പ്രാവശ്യം ഞാൻ പെട്ടി കൊണ്ടുപോകാം, അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യുക, അങ്ങനെ ഇതാക്കും, നേർച്ച ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടിയായിട്ട് വരുന്നതാണിത്. ഒരു വീട്ടിൽ നിന്ന് വരുന്നതുണ്ടാവും, ഒരു പ്രദേശത്തു നിന്ന് വരുന്നതുണ്ടാവും, ഒരു ജില്ലയിൽ നിന്ന് വരുന്നുണ്ടാവും, അങ്ങനെ ഒരുപാട് ഭാഗത്തു നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടിയൊക്കെ നല്ല ചന്തത്തിൽ പുറമേ അലങ്കരിച്ചിട്ട് ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. പലഹാരങ്ങൾ, സ്വന്തം വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ ഉണ്ടാവും, കടയിൽ നിന്ന് വാങ്ങിയ ബേക്കറി സാധനങ്ങൾ ഉണ്ടാവും, അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ അതങ്ങനെ തലയിൽ വെച്ചിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരും കൂടിയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ അങ്ങനെ വലിയ പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഓരോ പെട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിൽ വെച്ചിട്ട് പോകും. അതിലുള്ള ബേക്കറികളൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ട് അങ്ങനെ പോകും. പിന്നെ അല്ലാതെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തു നിന്ന് ഓരോ സ്ഥലത്തു നിന്നൊക്കെ വരുന്നതുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് കലാപരിപാടികൾ ഉണ്ടാവും. അതിൽ ദഫ്, അറബന, കോൽക്കളി, അങ്ങനത്തെ കലാപരിപാടികളുണ്ടാവും. പിന്നെ ഈ ഡ്രംസ് കൊട്ടുന്നത്, അങ്ങനെയുള്ള വേറെയും കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് പെട്ടിവരവ് എന്ന് പറയുന്നത്. അത് അപ്പോൾ ഇതാ ഞങ്ങളിതിൻ്റെ തൊട്ട് അങ്ങനെ വീട് പോലുള്ളതാണ് യാറത്തിൻ്റെ അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഈ കാഴ്ചകൾ കാണുന്നത്. ഇനായത് അവിടെ കയറി ഇരുന്നിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ പെട്ടിവരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ജനങ്ങളാട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ദിവസം നല്ല തിരക്കുണ്ട് എന്ന് പറയുന്നത് കേട്ടു. ലാസ്റ്റ് ദിവസത്തിനേക്കാളും തിരക്കുണ്ടാവും. അപ്പോൾ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും അങ്ങനെ നിറയെ കച്ചവടക്കാരാണ്. നമുക്ക് നടന്നു പോകണമെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ട്, അത്രയും തിരക്കാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണത് എന്നാണെങ്കിലും ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിക്കണം കേട്ടോ. നേർച്ചയൊക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും സമയം കിട്ടിയില്ല, അത് കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ നേർച്ചപ്പറമ്പിൻ്റെ ഒരു ഭാഗത്ത് ഇതാ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാൽ, പിന്നെ ഇങ്ങനെ കൊട്ട കാര്യങ്ങൾ അങ്ങനെ ആടുന്നതൊക്കെ ഉണ്ടല്ലോ, മരണക്കിണർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 10-12 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ രാത്രി. അപ്പോഴും നല്ല തിരക്കാണ്. അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്.
പിന്നെ നേർച്ചയുടെ വേറൊരു പ്രത്യേകതയാണ് കേട്ടോ ഇത്. ഈ ചെമ്പുകൾ, ഒരുപാട് ചെമ്പുകളിൽ, ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ, പകലാണെങ്കിൽ ഇതിനേക്കാളും കൂടുതലുണ്ടാവും. അങ്ങനെ നിറയെ ചെമ്പുകളിൽ മരുന്ന് കഞ്ഞിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് പാത്രങ്ങൾ കണ്ടോ, കുറേ പാത്രങ്ങൾ കമത്തി വെച്ചിരിക്കുന്നത്. ഈ പാത്രങ്ങൾ നമ്മൾ ചെല്ലണ നമുക്ക് ആവശ്യമുള്ളവർ ഓരോ പാത്രങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് വിളമ്പി കൊടുക്കാൻ അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. ആ കഞ്ഞി ഓരോ കുറച്ച് വാങ്ങുക. അതിന് ഒന്നില്ലെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ അച്ചാർ, ഇതിലേതെങ്കിലും ഒന്നുണ്ടാവും കേട്ടോ, അതും കൂട്ടിത്തരും. അപ്പോൾ അത് നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഞാൻ ഒരു പ്രാവശ്യമൊക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ട്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരുപാട് ആൾക്കാർ വരും. രാത്രി ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവ്. പകലാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒരുപാട് ജനങ്ങളുണ്ടാവും കേട്ടോ, ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ട് പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരും ഉണ്ടാവും. ആണ് പെണ്ണ് എന്നൊന്നും വ്യത്യാസമല്ല, ജാതി മതമൊന്നും വ്യത്യാസമല്ല, എല്ലാവരും വരും. എല്ലാവരും പറയും നല്ല രസമുള്ള കഞ്ഞിയാണെന്ന് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നു, വാങ്ങണു, കഴിക്കണു. ഭാഗത്തേക്ക് മാറി കഴിഞ്ഞാൽ അവർക്ക് തെക്ക് ഭാഗത്തേക്ക് മാറാൻ പറ്റുന്നതാണ്. നല്ല നല്ല രസമുള്ള ദഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് കോപ്പിറൈറ്റ് വരുന്ന കാരണം കൊണ്ട് ഇതിൻ്റെ പാട്ടൊന്നും ഇതിൽ കൊടുക്കണില്ല. നല്ല തിരക്കായ കാരണം കൊണ്ട് അത്ര അടുത്ത് പോയിരുന്നിട്ട് ഇത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ.
വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പെട്ടി വരുന്നതാണ് കേട്ടോ.
അപ്പോൾ അതാ ദഫേരെക്കാട്ടിലും ആസ്വദിച്ചിട്ട് വേറെ ആളും കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 ദിവസം നേർച്ച കഴിഞ്ഞ് 4ാമത്തെ ദിവസം അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.